അണലിവേഗം അഥവാ തീപ്പാല എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഔഷധ സസ്യമാണ് അണലിവേഗം. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട ചെറുവൃക്ഷമാണ് അണലിവേഗം. ഈ മരം തൊടിയിലുണ്ടെങ്കിൽ പാമ്പ് അതിൻ്റെ അടുത്ത് വരില്ല എന്നാണ് വിശ്വാസം. ഈ മരത്തിൽ അറിയാതെ ചുറ്റിയ പാമ്പുകൾ മയങ്ങി വീണിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും ഇവയുടെ ചുവട്ടിൽ പാമ്പുകളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ആദിവാസികൾ പറയുന്നു. ഇതൊരു അത്ഭുത സസ്യമായാണ് അറിയപ്പെടുന്നത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അൽസ്റ്റോണിയ വെനിനേറ്റ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ അണലിവേഗം, തീപ്പാല എന്നൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ പോയിസൺ ഡെവിൾ ട്രീ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ വിഷാഗ്നി, അനാദന, അങ്കോള എന്നൊക്കെ പറയാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ അടാസർപ്പ എന്നാണ് പറയുന്നത്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ എടക്കുളപ്പാല എന്നാണ് പറയുന്നത്. തമിഴ് ഭാഷയിൽ ഇതിനെ പാല ഉണ്ണിപ്പാലായി എന്ന് വിളിക്കപ്പെടുന്നു. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ദക്ഷിണേന്ത്യയിലെ മിക്കവാറും ഇലപൊഴിയും കാടുകളിലും അണലിവേഗം മരത്തെ കണ്ടുവരുന്നുണ്ട്. രൂപവരണം നോക്കാം. ഭംഗിയുള്ള ഇലകളോട് കൂടിയതും വെളുത്ത പൂക്കൾ കുലകളായി ഉണ്ടാവുന്നതുമായ ചെറുവൃക്ഷമാണ് അണലിവേഗം. ചുവട്ടിൽ നിന്നും മുകൾ ഭാഗം വരെ ശാഖകളുണ്ടായി നിറയെ ഇലകളും പൂക്കളുമായി നയനാനന്ദകരമായി പടർന്നു നിൽക്കുന്ന വൃക്ഷമാണിത്. ചാരനിറത്തിലുള്ള തവിട്ട് പുറന്തൊലിയാണ് ഇവയ്ക്കുള്ളത്. 6 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണിത്. പൂക്കൾക്ക് വെളുത്ത നിറമാണുള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് 4 ഇഞ്ചോളം നീളം കാണും. 1 ഇഞ്ചിൽ താഴെ വീതിയെ ഇലകൾക്ക് കാണുകയുള്ളൂ. ഇലയുടെ അറ്റം കുറുത്തതാണ്. ഇലയുടെ അരികുകൾ തരംഗരൂപത്തിൽ കാണപ്പെടുന്നു. ഇലകളോ കമ്പോ മുറിച്ചു നട്ടാൽ വെളുത്ത കറ ഊറി വരുന്നത് കാണാൻ പറ്റും. ശാഖാഗ്രഹങ്ങളിലാണ് പൂക്കൾ കുലകളായി കണ്ടുവരുന്നത്. ഇതിൻ്റെ കായ്കൾ 3 ഇഞ്ച് നീളത്തിൽ ഉരുണ്ട് വണ്ണം കുറഞ്ഞവയാണ്. മൂപ്പെത്തുമ്പോൾ കായ്കൾ നെടുകെ പൊട്ടി വിത്തുകൾ പുറത്തു വരുന്നു. ഒരു കായയിൽ അനേകം വിത്തുകളുണ്ടാവും. ഈ വിത്ത് പാകിയോ കമ്പ് മുറിച്ചു നട്ടോ വംശവർധന നടത്താവുന്നതാണ്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ഒരു ഔഷധ സസ്യമായും അലങ്കാര സസ്യമായും വളർത്താവുന്ന സസ്യമാണ് അണലിവേഗം. ഇനങ്ങളെ നോക്കാം. അണലിവേഗം പല ഇനങ്ങളുള്ളതായി പറയപ്പെടുന്നു. പൊതുവെ അറിയപ്പെടുന്ന ഇനം വെളുത്ത പൂക്കൾ ഉണ്ടാവുന്നവയാണ്. ചുവന്ന അണലിവേഗം എന്നൊരിനവും പ്രചാരത്തിലുണ്ട്. സസ്യശാസ്ത്രപരമായി ഇവ രണ്ടും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവയാണ്. ചുവന്ന അണലിവേഗത്തെ കച്ചപ്പട്ട എന്നും വിളിക്കാറുണ്ട്. 8 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു ചെറുവൃക്ഷമാണ് കച്ചപ്പട്ട. അതിൻ്റെ ശാസ്ത്രീയ നാമം പിറ്റോസ്പെറം ടെട്രാസ്പെറം എന്നുള്ളതാണ്. 1600 മീറ്റർ വരെ ഉയരമുള്ള നിത്യഹരിത വനങ്ങളുടെ ഓരങ്ങളിൽ കച്ചപ്പട്ട കാണപ്പെടുന്നു. അണലിവേഗത്തിൻ്റെ ഉപയോഗങ്ങൾ തന്നെയാണ് കച്ചപ്പട്ടയ്ക്കും ഉള്ളത്. രാസഘടകങ്ങളെ നോക്കാം. അണലിവേഗത്തിൻ്റെ പട്ടയിലും കായയിലും ഇൻഡോൾ എന്ന ഒരു പ്രത്യേക പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ആധുനിക ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ അണലിവേഗം ഉപയോഗിച്ചുള്ള ചികിത്സാവിധികൾ ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ ആദിവാസികൾ പാമ്പുവിഷത്തിന് പ്രതിവിധിയായി ഇതിൻ്റെ തൊലി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ പനി, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിച്ചു വരുന്നുണ്ട്. അണലിവേഗത്തിൻ്റെ പട്ട ആദിവാസികളുടെ ആൻറ്റിവനമാണ്. അപസ്മാരത്തിനും ഭ്രാന്തിനും സിഫിലിസിനും ഈ സസ്യത്തെ ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്നു. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. പാമ്പ് കടിച്ച മുറിവിൽ ഇതിൻ്റെ പട്ട മുറിക്കുമ്പോൾ വരുന്ന ചാറ് പുരട്ടുന്നത് നല്ലതാണ്. പക്ഷെ പട്ട മുറിക്കാൻ വേണ്ടി ലോഹം കൊണ്ട് നിർമ്മിച്ച ആയുധം ഉപയോഗിക്കരുത് എന്ന ഒരു വിശ്വാസം നിലവിലുണ്ട്. കല്ലുകൊണ്ടോ കുറിപ്പിച്ച മരക്കഷ്ണം കൊണ്ടോ ഇടിച്ചാണ് അതിൻ്റെ പട്ട വേർതിരിക്കേണ്ടത്. ലോഹം കൊണ്ട് മുറിച്ചാൽ ഈ സസ്യത്തിൻ്റെ ഗുണം നഷ്ടപ്പെടുമത്രേ. 2. പഴുതാര, തേൾ, കുളവി മുതലായവ കടിച്ചാൽ മുറിവിൽ ഇതിൻ്റെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചു പുരട്ടിയാൽ ഗുണം കിട്ടും. കൃഷി കാര്യങ്ങളെ നോക്കാം. മേൽമണ്ണ്, ആറ്റുമണൽ എന്നിവ തുല്യ അനുപാതത്തിൽ കലർത്തിയ മിശ്രിതം 14x10 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള കറുത്ത പോളിത്തീൻ ബാഗുകളിൽ നിറയ്ക്കുക. ചാണകം ചേർക്കേണ്ട ആവശ്യമില്ല. ചാണകം ചേർത്താൽ കമ്പുകൾ അഴുകിപ്പോകുന്നതായി കണ്ടിട്ടുണ്ട്. അണലിവേഗത്തിൻ്റെ പെൻസിൽ വണ്ണമുള്ള കമ്പുകളോ തലപ്പുകളോ 1 ചാൺ നീളത്തിൽ മുറിച്ച ശേഷം ഇലകൾ ഞെട്ടുമാത്രം നിർത്തി ബാക്കി ഭാഗം ബ്ലേഡ് കൊണ്ട് മുറിച്ച് കളയുക.
അതിനുശേഷം ഏതെങ്കിലും ഹോർമോൺ പൗഡറിൽ മുക്കിയ ശേഷം നേരിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കവറുകളിൽ നടുക. 1 മാസം കൊണ്ട് വേരുകൾ പിടിച്ചു തുടങ്ങും. 2 മാസം പ്രായമായാൽ തൈകൾ തോട്ടത്തിൽ നടുന്നതിനായി ഉപയോഗിക്കാം. അണലി വേഗത്തിൻ്റെ വിളഞ്ഞു പാകമായി പറിച്ചെടുത്ത കായ്കൾ 2-3 ദിവസം നന്നായി വെയിലിൽ ഉണക്കുക. അപ്പോൾ വിത്തുകൾ പുറത്തു വരും. ഈ വിത്തുകൾ ഈർപ്പം കടക്കാതെ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഇപ്രകാരം 15 ദിവസം സൂക്ഷിച്ച വിത്തുകൾ പാകുന്നതിനായി ഉപയോഗിക്കാം. മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്ലാസ്റ്റിക് ട്രേകളിൽ 2 ഇഞ്ച് കനത്തിൽ മണൽ നിറയ്ക്കുക. അതിനുശേഷം മണലി വേഗത്തിൻ്റെ വിത്തുകൾ വിതറിക്കൊടുക്കുക. വിത്തുകളുടെ മുകളിൽ 1/2 ഇഞ്ച് കനത്തിൽ വീണ്ടും മണൽ വിതറുക. ഇനി നിയന്ത്രിത ജലസേചനം നടത്തുക. 15 മുതൽ 20 ദിവസം കൊണ്ട് വിത്തുകൾ മുളച്ചു തുടങ്ങും. ചില വിത്തുകൾ മുളയ്ക്കുന്നതിന് 1 മാസം വരെ സമയമെടുത്തേക്കാം. മുളച്ച വിത്തുകൾക്ക് 2 ഇല വീതം വിടരുമ്പോൾ പോളിബാഗിലേക്ക് മാറ്റി നടേണ്ട സമയമായി. നിയന്ത്രിത ജലസേചനം നൽകി 3 മാസം സൂക്ഷിച്ച തൈകൾ വേര് പിടിച്ച് 1/2 അടിയോളം വളർന്നിരിക്കും. ഈ തൈകൾ തോട്ടങ്ങളിൽ നടുന്നതിനായി ഉപയോഗിക്കാം. 1 അടി സമചതുരവും അത്രയും തന്നെ ആഴവുമുള്ള കുഴികളെടുത്ത് അതിൽ പകുതി ഭാഗം അഴുകിയ ഇലകളും കമ്പോസ്റ്റും കൊണ്ട് നിറച്ച ശേഷം 1 കുട്ട മണലും ചേർത്ത് മേൽമണ്ണ് ഇടിച്ച് മുകൾ ഭാഗം അല്പം ഉയർത്തി മൂടുക. ഇതിനു മുകളിൽ ചെറിയ കുഴി കുത്തി പോളിബാഗ് നീക്കം ചെയ്ത ശേഷം ഓരോ തൈ വീതം നടുക. കടുത്ത മഴക്കാലമോ കടുത്ത വേനൽക്കാലമോ അല്ലാത്ത സമയമായിരിക്കണം അണലി വേഗം നടുന്നതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ക്രമമായ കളയെടുക്കലും വർഷത്തിലൊരിക്കലുള്ള ജൈവവളപ്രയോഗവും മതിയാകും. അണലി വേഗം ആദ്യ വർഷം തന്നെ പൂവിട്ട് തുടങ്ങും. നല്ല ഭംഗിയുള്ള ഒരു പൂമരമായതിനാൽ മുറ്റത്തിൻ്റെ അരികുകളിലോ പൂന്തോട്ടത്തിലോ ഇതിനെ നട്ടുവളർത്താവുന്നതാണ്.